ഹായ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ ഞാനിപ്പോൾ വ്ളോഗൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ 2-3 ദിവസമായല്ലോ. എന്താ വ്ളോഗ് ഇടാത്തെന്ന് അറിയുന്നത്? കാരണം എന്താ, എൻ്റെ വൈഫ് ഇവിടെ ഇല്ല, ഇപ്പം ഇല്ല ഇവിടെ. ഇപ്പോൾ എൻ്റെ വീട്ടിലായ സമയത്ത് ഞാൻ നമ്മുടെ വീട്ടിലൊക്കെ വന്നപ്പോഴൊക്കെ വ്ളോഗ് ഇട്ടേല്ലോ. ഇപ്പോൾ ഓളെ എന്താ പറയുക, എക്കൊക്കെ വന്നിട്ടുണ്ട് ഗൾഫിൽ നിന്നും. അതേമാതിരി തന്നെ അവൾക്ക് വെഡ്ഡിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലായിട്ട് ആൾ പോയി. ആളിപ്പോൾ ഫുൾ ബിസിയാണ്. വെഡ്ഡിങ്ങിൻ്റെ പർച്ചേസ്, പിന്നെ ഫാമിലിയൊക്കെ വന്നിട്ട് കറക്കുക, അങ്ങനെ ഫുൾ ബിസിയാണ്. പിന്നെ ഇക്കാക്ക വന്നതിനെ കൊണ്ട് പിന്നെ ഇക്കാക്കൻ്റെ കൂടെ പോക്ക്, അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവൻ്റെ വീട്ടിലേക്ക് പോവാണ്. എന്താ പറയുക, അപ്പോൾ ആരും ചോദിക്കേണ്ട എന്താണ് ഇപ്പോൾ അവളെ വീട്ടിലേക്ക് പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് വെഡ്ഡിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇതാ ഇവൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ആളെ കയ്യോടെ കിട്ടിയിട്ടുണ്ട്. അവിടെ ഉണ്ട് ആള്. എന്താ ചെയ്യുക, ബൈക്ക് എടുത്തില്ലേ? മൈക്കൊക്കെ സെറ്റാക്കി ഞാൻ അവിടെ നിർത്തിച്ച അങ്ങോട്ട് ഇരി. ഇന്നെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞു തട്ടി വിടുന്നുണ്ടല്ലേ? കാണാനില്ലാണ്ട് ഗൈസ്, നിങ്ങളെ കാര്യം അറിയണം. അപ്പം എന്താ പറയുക, വീട്ടിൽ നിന്ന് പോയിട്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല, അന്ന് പോയതാ. പിന്നെ വിവരമില്ല, കല്യാണമായിട്ട് തിരക്കാണ്. നമ്മൾ ജ്വല്ലറി എടുക്കാം, മഹർ എടുക്കാൻ പോവാ ഇന്നല്ലേ. ഇന്ന് ഞാൻ പറയുന്നത് ആകെ സെക്കൻഡുകളെ നിമിഷം കിട്ടുന്നുള്ളൂ. ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് കണ്ട് മറ്റേ പോവാ, തിരിച്ചു പോവാ. ഇവിടെ വെറുതെ ഇരുന്നതാ, രാശിക്ക വന്നില്ല. നീ രാത്രിയോടെ പോയില്ലേ? രാത്രിയല്ലേ, 12 വന്ന് 12 പറയാനുള്ള വരാന്. ഒരാൾ വിളിച്ചു, 1 മണിക്ക് വിളിച്ചറിയാ വരാൻ. ആദ്യം വരാൻ പറ്റുമോ? ഇതായിപ്പാണ് ഞാൻ പറഞ്ഞില്ല, കസിന്റെ കല്യാണം ആയതുകൊണ്ട് ഇപ്പൊ ഇവളാണ് മെയിൻ. 6-ാം തീയതി കല്യാണം, നിക്കാണ്. അപ്പൊ അതിന്റെ തിരക്കിലാണ് ആള്. ഫുൾ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിൽ കിട്ടാനില്ല തീരെ. നിങ്ങൾ ചോദിക്കുന്ന വ്ളോഗൊന്നും ഇടാത്ത ഒരാഴ്ച അതിൽ വ്ളോഗ് കിട്ടുന്നത്. വ്ളോഗ് ഇടണമെങ്കിൽ ആളെ വേണ്ടേ? വ്ളോഗ് ഉണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എന്ത് പറയാനാ? അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്കൊരു വ്ളോഗ് ഒന്ന് ചെയ്യാം, എന്നിട്ട് വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചാണ്. അപ്പൊ ഞാൻ രാവിലെ അങ്ങോട്ട് വന്നതാണ്. അപ്പം പോവും. ഞാൻ പറഞ്ഞില്ല, സമയം അതൊന്നുമില്ല, വ്ളോഗ് എടുക്കാൻ സമയമില്ല, ഇത്തിരി സമയമുള്ളൂ. ആ സമയത്തിനുള്ളിൽ എടുക്കണം. പിന്നെ ഇപ്പൊ പോയില്ലെങ്കിൽ പോകുന്നില്ല. ഇപ്പൊ ആകെ എണ്ണം കുട്ടിയോട് പോകല്ലേ? ഒരു രാത്രി ഒരു 1:30 ആകുമ്പോ വീട്ടിലെത്തി വിളിക്കും. നിങ്ങളവിടെ ഞാൻ വീട്ടില് ഫോട്ടോ കൂടെ ഞാൻ കാണിച്ചെടുക്കും. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ലേ? ഞാൻ ചോദിക്കും എന്തോ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടെന്നാണ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണാവോ, എന്താണ് ഇതെന്താ? ഐസില്ലേ? ഇത് എനിക്ക് മനസ്സിലായിരിക്കും. ഞാൻ വിചാരിച്ചു ഇത് സംഭവം എന്താ അറിയോ, നമ്മളെ നിങ്ങള് വ്ളോഗ് കാണുന്നതൊക്കെയാണ് നമ്മളെ മിനി വ്ളോഗിൽ ഇങ്ങനെ സംഭവം കൊടുക്കുക. ഇത് നമുക്ക് എന്താ പറയാ, ജ്യൂസ് അടിച്ചു ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ മാംഗോ അല്ലേ ഇങ്ങനെ അടിച്ചത്? ഇത് നമുക്ക് മാംഗോ അതേമാതിരി തന്നെ എല്ലാം ചെയ്യാം കേട്ടോ, അല്ലേ? അത് വെള്ളത്തിട്ടാ പെട്ടെന്ന് ഇങ്ങോട്ട് പോരും. ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ജ്യൂസ് അടിച്ചിട്ട് ഇതേമാതിരി നമുക്ക് ചെയ്യാം. അതേമാതിരി തന്നെ മറ്റേ ഇതില്ല എന്തെങ്കിലും പറയാം, ഫ്രൂട്ട് സലാഡൊക്കെ ചെയ്യാം ചില ആൾക്കാർ. നട്ട്സ് ഒക്കെ ഇട്ടിട്ട് ഇതേമാതിരി ചെയ്ത് നല്ല ടേസ്റ്റാണ്. അതെ, നല്ല വേർത്ത സാധനമാണ്. കുറെ ആൾക്കാർക്ക് അറിയാം. നല്ല സാധനം അല്ലേ, അടിപൊളിയാണ്. ഭയങ്കര ടേസ്റ്റും അല്ലേ? ഉമ്മ തളർന്നീനു, ഉമ്മ പറഞ്ഞു നീ ഉണ്ടാക്കൂല. ഞാൻ തളർത്തീനു. ഇനിമ്മ ഉണ്ടാക്കൂലേ? ഉമ്മ ഉണ്ടാക്ക മാത്രമേ ചെയ്യൂ, ഉമ്മ തിന്നൂല. സെർവ് ചെയ്യാൻ അത് ഓരോരുത്തരുടെ ഫ്ലേവർ. ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞതാ, സത്യസന്ധമായിട്ട് എനിക്ക് വലിയ ഇഷ്ടം ആയിക്ക്. പക്ഷെ ഐസ് ഇല്ലേ, നമ്മള് ശരിക്കുള്ള ആ ഐസ് തിന്ന് അത്രയും ലൈക്ക് അയക്കില്ല, അല്ലാണ്ട് രസമുണ്ട്. അതേ പറഞ്ഞോളൂ. എന്താ അത് അന്ന് ഉണ്ടാക്കിയല്ലേ? ഇതെനിക്ക് പാർസൽ വന്നു. ആര് പാർസൽ ചെയ്യാന്? തന്റെ അമ്മ ഉണ്ടാക്കിയല്ലോ. പാർസൽ വന്നാന്ന് പറയുമ്പോ ഇയാ ഉണ്ടാക്കിയത്? ഞാൻ ഐസ് നോക്കിയോ? ഞാൻ അപ്പൊ ഐസ്ക്രീം വന്നിട്ട് ഫുള്ളായി. കുറച്ചേ ഞാൻ ഉണ്ടാക്കി കൊടുത്ത ശങ്ക്. സാധനത്തിന്റെ പേരെന്താ നിങ്ങൾക്ക് നമ്മളെ മിനി ബ്ലോഗ് കണ്ടൊക്കെ മനസ്സിലാക്കിണ്ടാവും അല്ലേ? ഇപ്പൊ മാങ്ങ വെച്ചുണ്ടാക്കിയത് കൊടുത്ത മാങ്ങ കൊടുത്തിട്ട് ഉണ്ടാക്കി കൊടുത്തതോ? നൈസാട്ടത് നമ്മളെ എന്താ പറയാ, പൈത്ത മാങ്ങ എന്താക്കും. ഞാൻ ഇതിന്റെ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, നല്ല പുളിയൊക്കെ ഇട്ടിട്ട് ശർക്കരയൊക്കെ ഇട്ടിട്ട് പിന്നെ
ചില്ലി ഫ്ലെക്സ് അല്ലേ ദീപ കണ്ടത്? ഇത് നിങ്ങൾക്ക് ആർക്കും പരിചയമുണ്ടോ? മാക്കി വരുന്ന മാംഗോ ഉണ്ടാക്കിയതാണ്. പണ്ട് എന്താ പറയാ, ചെറുപ്പത്തിൽ ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടോ എനിക്കറിയില്ല, ഒരു വണ്ടിക്കാരിങ്ങനെ കൊണ്ടുവരുന്നുണ്ട് ഇപ്പം അത്. എന്നിട്ട് എന്താക്കുന്ന അറിയാം, വെള്ളം ഒഴിച്ച് ഇതാക്കി ഇങ്ങനെ കമത്തി വെക്കും കുൾഫി, എന്നിട്ട് 4 കട്ട് ചെയ്ത് തരും. അതിപ്പം ഇല്ല, ഹിന്ദിക്കാരൊക്കെ കൊണ്ടുവരാം. ഇങ്ങനെയാണ് കാണാനുള്ള ചാൻസ്. ഒരു വണ്ടി ഇങ്ങനെ കിൽക്കി കൊണ്ടുവരാ. എന്നിട്ട് എന്താക്കുന്ന അറിയോ, ഇത് അല്ല അതൊരു പാലൈസ് അല്ലേ കുൾഫി. എന്നിട്ട് എന്താക്കും, റൗണ്ട് ആയിരിക്കും, ആ വെള്ളത്തിന് മുക്കി എടുത്തിട്ട് ഇതേമാതിരി കമ്പ് വെച്ചിട്ട് ഇങ്ങനെ 5 കുത്തും, എന്നിട്ട് അങ്ങനെ കട്ട് ചെയ്യും. നല്ല ടേസ്റ്റാ. ഫുൾ നൊസ്റ്റാൾജിയ സാധനങ്ങളാണല്ലോ ഇവിടെ ഇറക്കുന്നത്. നിങ്ങൾ കഴിക്കാൻ പോയി എന്താ അതെ പോവാണ്. ഇനി ഒരു തിരിച്ചറിവ് എപ്പോഴാ? ഇനി 1 മണിക്ക് 12 മണിക്കൊക്കെ അല്ലേ വരാം? നേരത്തെ വരുമോ? ഷുവർ. അപ്പോൾ ഞാൻ ഇപ്പോൾ വീട്ടിലെത്തി. ഓളോളൊക്കെ കാക്കൻ്റെ ഇമ്മൻ്റെ ഇവിടെ നിൽക്കാതിന് ഞാൻ പറഞ്ഞില്ല, കസിൻ്റെ കല്യാണം ഉണ്ടപ്പോൾ അതിൻ്റെ മെഹർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് പോയതാണ്. അപ്പോൾ അങ്ങനെ പോയി. അപ്പോൾ എന്താ പറയുക, അപ്പോൾ വെറുതെ കുറേ ആൾക്കാർ ചോദിച്ചു, എന്താ പറയുക, വ്ളോഗ് നമ്മളിപ്പോൾ അധികം ഇടലുണ്ട്, പക്ഷേ ഇപ്പോൾ ഒരു 1 വീക്കായിട്ട് ഇട്ടിയില്ല. അപ്പോൾ ഒരു ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളുടെ അധികം ഒരുമിച്ച് എല്ലാം ഞാൻ അവിടെ പോയിട്ടുണ്ട് എപ്പോഴും. അപ്പോൾ ഇപ്പം കല്യാണമൊക്കെ അതിനെക്കൊണ്ട് ഞാൻ ഇവിടെ ഓളെ അവിടെ അതിനെക്കൊണ്ട് നമുക്ക് അങ്ങനെ വ്ളോഗ് എടുക്കാൻ പറ്റിയിട്ടാണ്. അതേമാതിരി തന്നെ നമ്മളെ സീരിയസിൽ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, എന്താ ഷോർട്ടാണ്, അതേമാതിരി തന്നെ നിങ്ങൾക്ക് ഒരു ദിവസം 2 കിട്ടൂടെ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കോണ്ടന്റ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാണല്ലോ. അതേമാതിരി തന്നെ 2 ദിവസമൊക്കെ ഒരു ദിവസം 2 കിടച്ചാൽ ഭയങ്കര പോസിബിളായ കാര്യമല്ല. കാരണം അത്രയും ഷൂട്ട് ചെയ്യണം, പിന്നെ കോണ്ടന്റ് ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ എന്താക്കുന്ന അറിയാം ഒരു വീഡിയോ ഇടുന്നത്. പിന്നെ ഞാൻ ആദ്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സീരിയസ് എടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന 1 മിനിറ്റ് വീഡിയോ ആണ്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൂടുതൽ ഇപ്പോൾ യൂട്യൂബിൽ ഇടുമ്പോൾ നമുക്ക് 1 മിനിറ്റ് വരെ മ്യൂസിക്കൊക്കെ ഇടാൻ പറ്റുള്ളൂ, പിന്നെ അങ്ങോട്ട് ഇടാൻ പറ്റില്ല. അപ്പോൾ നമ്മളെപ്പോഴും 1 മിനിറ്റ് വെച്ചിട്ടാണ് കട്ട് ചെയ്യൽ. ഇപ്പോൾ നമ്മൾ യൂട്യൂബ് തുടങ്ങിയ മുതൽ നിങ്ങൾക്ക് അറിയാം, സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും, 1 മിനിറ്റാണ് നമ്മൾ മാക്സിമം റീൽ ചെയ്യാറ്. പിന്നെ നമ്മളിപ്പോൾ കഴിഞ്ഞ എല്ലാ സീരീസും നമ്മൾ ആ സീരീസ് കഴിഞ്ഞ ശേഷം മൊത്തത്തിൽ മെർജ് ചെയ്തിട്ട് അതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് നമ്മളെ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സീരീസും അങ്ങനെ തന്നെയാണ്. ഈ സീരീസും കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ ഫുൾ സീരീസ് എന്ന് പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് എന്താ പറയുക, ഫുൾ സീരിയസ് ആയിട്ട് തന്നെ കാണാം. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് ആക്കാത്തത് ഞാൻ പറഞ്ഞല്ലോ, 1 മിനിറ്റ് നമുക്ക് പറ്റുള്ളൂ. മ്യൂസിക്കും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ 1 മിനിറ്റ് വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ എല്ലാവർക്കും അധികം 1 മിനിറ്റ് ആകുമ്പോൾ എല്ലാവർക്കും ഒരു എൻഗേജ് ചെയ്ത് കാണാനും തോന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോകുന്നത്. പക്ഷേ ഡെയിലി ഇടുന്നുണ്ടല്ലോ, നമ്മളൊരു ദിവസം മിസ് ചെയ്യാൻ ഡെയിലി ഇടുന്നുണ്ടല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ കുറേ ദിവസമായിട്ട് വ്ളോഗ് എടുത്തിട്ട് അപ്പോൾ ചെറിയ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ വെച്ച് കുഞ്ഞ് വ്ളോഗ് എടുത്താട്ടോ. കൂടുതൽ വിശേഷങ്ങളുമായി എന്നൊക്കെ അടുത്ത വ്ളോഗ് കാണാം.